രാവിലെ ഏറ്റു വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോദകത്തിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചാൽ കഫം പറഞ്ഞു പോരും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ രാവിലെ 2 ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ടുപോയിട്ടോ പുറത്ത്. എന്തൊരു മടിച്ചി, ഇവളെ പോലൊരു മടിച്ചി ഈ ലോകത്തുണ്ടാവില്ല. പൊതുവേ ഇത്തിരി വെയിലുണ്ടെങ്കിലാണ് അവൾ ആകെ കൂടെ പുറത്തിറങ്ങുന്നത്. മഴയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, പുറത്തിറക്കും, നേരെ ഓടിപ്പോയി കൂട്ടിലോട്ട് കയറും. വേറൊരു കാര്യത്തിനും അവൾ പോകത്തില്ല. പിന്നെ ഇവരെ 2 പേരെയും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരും കൂടെ പോകട്ടോ. ആ വെളുമ്പം പോയില്ലെങ്കിലും മറ്റവും പോകും. കുറേ നേരം ഇരുന്ന് വെയിലൊക്കെ കണ്ട് പുല്ലൊക്കെ കടിച്ച് പറിച്ച് അവൾക്ക് തൃപ്തിയായി കഴിഞ്ഞാൽ അവൾ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇരിക്കും. അവളെ വലിച്ചഴച്ച് കൊണ്ടുകൊണ്ട് വരും. മുള്ളുകയും വേണ്ട, അപ്പിയിടുകയും വേണ്ട, ഏത് നേരം എവിടെയെങ്കിലും കിടന്നുറങ്ങുക, നേരത്ത് ഭക്ഷണം കഴിക്കുക, ഇടയ്ക്ക് ഇവരോട് വഴക്കുണ്ടാക്കുക, കടി കൂടുക. നീ ഇവരുടെ അത്രയും സുഖിക്കുന്ന വേറെ ഏതെങ്കിലും ജീവികൾ? പിന്നെ നീ സുന്ദരിയാണ്, നമുക്ക് മാമൻ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ തോന്നുവാണെങ്കിൽ അവൾ ചിലപ്പം വരും. കണ്ടോ, ഞാൻ വലിച്ചിട്ട് പോലും അവൾക്ക് വരാൻ മനസ്സില്ല. അവൾ എവിടെ പോകുന്നു നോക്കി നിൽക്കുക കേട്ടോ. 2 കൂടെ പുറകെ വരും. കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ 2 വീട്ടിൽ വന്നു. അവളെ ഞാൻ കൂട്ടിലാക്കിയിട്ട് അകത്ത് വന്ന് നോക്കുമ്പം അമ്മ കറിക്കരിയായിരുന്നു കേട്ടോ. അവിയൽ വെക്കാനായിട്ട് നമ്മുടെ പ്ലാൻ. എനിക്ക് അവിയൽ വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും എന്താണോ വെക്കുന്നത് ഞാനത് കൂട്ടും. ഈ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് കുരു വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാനെങ്ങനെയാണ്, പൊതുവെ എനിക്ക് ആകുന്നതിന് മുമ്പൊന്നും വരത്തില്ല. ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ കുരു പൊട്ടിയിട്ടില്ല. 1-2 ആഴ്ച ഇനി ഇതുപോലെ നിൽക്കും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ 2 കൂടെ കടിപിടി കൂടി. എത്രയൊക്കെ വഴക്ക് കൂടി കഴിഞ്ഞാലും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 5 മിനിറ്റ് പോലും കാണാണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ. ഉറങ്ങുമ്പം വരെ 2 കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങുന്നത്. അപ്പോഴത്തേക്കും നല്ല മൂടിക്കെട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മഴ കണ്ടാലേ അവൻ കുര തുടങ്ങും. അവനെന്താണെന്ന് അറിയത്തില്ല, മഴയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. മഴ എപ്പോഴും ഇങ്ങനെ തന്നെ പോയി ആസ്വദിച്ചിരിക്കുന്നതാണ്. പിന്നെ മഴയായി കഴിഞ്ഞാൽ അവൻ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ഇനി എന്തോ ഭാഗത്തിന് ഞാൻ വിളിച്ചുകൊണ്ട് തിരിഞ്ഞ് നോക്കിയതാട്ടോ. അവന് ബെഡുണ്ടെങ്കിലും അതിലൊന്നും കിടക്കത്തില്ല. മഴയൊക്കെ കൊണ്ട് അവിടെയും കിടക്കുമ്പോഴാണ് അവന് വല്ലാത്തൊരു സുഖം കിട്ടുന്നത്. പിന്നെ ഈ പട്ടി, അപ്പുറത്തെ വീട്ടിലെ പട്ടിയായിട്ട് കുറയ്ക്കുന്നത്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലോ പട്ടിക്ക് കുറയ്ക്കണം കേട്ടോ. പിന്നെ എന്നെപ്പോലെ മിറർ ഹോളിക്കാരെങ്കിലും ഉണ്ടോ? മിറർ ഹോളിക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. മിറർ കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കണം. മുടി ചീകുമ്പോഴാണെങ്കിലും 10 മിനിറ്റ്, കുളി കഴിഞ്ഞ് വന്നാലാണെങ്കിലും 10 മിനിറ്റ്. എന്താണെന്നറിയത്തില്ല, നമുക്കത്ര ലുക്കുള്ളതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ എന്തോ കണ്ട് നമ്മളെ തന്നെ തൃപ്തിപ്പെടുമ്പോൾ ഒരു മനസ്സുഖം കിട്ടത്തില്ല. അമ്മയെ അടുക്കളയിൽ ഓരോ പണിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പണിയെടുക്കുന്നില്ലേന്ന്. അതായത് തേങ്ങ ചിരണ്ടുക, അങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ അമ്മയും ഞാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. അപ്പം 2 പഴം ഉണ്ടായിരുന്നു, അതെടുത്ത് ചുട്ടത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പണ്ട് എൻ്റെ അമ്മയുടെയും വേറെ മുടിയായിരുന്നു. അതായത് കുളിച്ച് കഴിഞ്ഞാൽ മാത്രം ഞങ്ങളുടെ മുടി എപ്പോഴും ഒരുപോലെ കിടക്കും. പണ്ട് എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കർലി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന്. അമ്മ എന്തോ അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ ലോകകാര്യവും പലതുമൊക്കെ ചർച്ച ചെയ്ത് അങ്ങോട്ടിരിക്കുക കേട്ടോ. എനിക്കൊന്ന് മെയിനായിട്ട് പറയുന്നത് മുടിയുടെ കാര്യം തോന്നുന്നു, എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അമ്മ അവിടെ പഴം പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയാണ് പൊളിക്കുന്നത്, പക്ഷേ കണ്ടാൽ എനിക്കും പൊളിപ്പിക്കണം. നമുക്കറിയാത്തതുകൊണ്ടല്ല, എന്നാലും അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പം എൻ്റെ ഒരു സന്തോഷം കിട്ടൂലേ. അപ്പം നമ്മൾ ആ സന്തോഷം കിട്ടുന്നത് കളയാൻ പാടില്ലല്ലോ. എനിക്ക് പഴുത്ത പഴങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അതായത് ഒരു മീഡിയം പഴുപ്പ്, അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കൂല കേട്ടോ. പിന്നെ പച്ചപ്പഴമാണെങ്കിൽ അതുപോലും തൊട്ട് വെക്കത്തില്ല. എന്നെ പോലെയുള്ള പ്രത്യേകതരം വല്ല ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അമ്മ ഇനി പൊളിച്ചതെന്നോ പറയുമായിരിക്കും, എനിക്ക് ഞാൻ വായിലൂടെ വെച്ച് തരണമെന്ന്. എനിക്കതിനും മടിയില്ല കേട്ടോ. ഞാൻ അമ്മ എന്ത് തന്നാലും കഴിക്കും. എനിക്കതിലൊരു നാണവും ഇല്ല, മാനവും ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ ഗഹനമായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഭാവിനെ കുറിച്ചാണെന്ന് തോന്നുന്നു, എനിക്കൊരു പിടിയില്ല. അതോ അഗാധമായിട്ട് വേറെ വല്ലതും ചിന്തിക്കണമെന്നൊന്നും അറിയത്തില്ല. അതേത് അടുപ്പിൽ നിന്ന് പിടിത്തുകൊണ്ട് വന്ന പഴം കേട്ടോ. ആ ചൂടോടെ ഇരുന്ന് നട്ടോ പൊളിച്ച് തരുന്നത്. പിന്നെ 2 ഭക്ഷണം കൊടുക്കാനുള്ള സമയമൊക്കെ അപ്പം കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിപ്പിടിച്ചടയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ഒരാളവിടെ കഞ്ഞി വെക്കുമായിരുന്നു. ഔഷധ കഞ്ഞിക്കൂട്ട് എന്തുവെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്താ ചെയ്തുവെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ കൂട്ടുകളിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത് എന്തോ ഒരു പ്രത്യേകതര സാധനം കേട്ടോ. അത് അവൻ തന്നെ കഴിക്കുകയുള്ളൂ, ഞങ്ങളതൊന്നും തൊട്ട് നോക്കത്തില്ല. പിന്നെ അവൻ്റെ തൃപ്തിക്ക് അവൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കലാണ് പതിവ്. പിന്നെ അവൻ്റെ തന്നെ രഹസ്യ കൂട്ടുകളാണ് കേട്ടോ ഇത്. പിന്നെ ഈ കളറൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സാമ്യം തോന്നുവാണെങ്കിൽ ഇത് വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. അതായത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുക കഞ്ഞി, പിന്നെ ഔഷധക്കഞ്ഞിയാന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയെങ്ങാണ്ടാവാനായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പം എല്ലാവർക്കും ബൈ.